Hello, my dear students. Today we are starting our lesson part 4 Liberty, Equality, Fraternity. Part 1, Part 2, Part 3 വീഡിയോസ് നിങ്ങൾ കണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും നമ്മുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണുക. അതിനുശേഷം നമ്മുടെ പാർട്ട് 4ലേക്ക് വരിക. ഓക്കെ, അപ്പോൾ പാർട്ട് 4 നമ്മൾ എന്താണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ചില ഇവൻറ്റ്സാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇവൻറ്റ്സിൽ 3 ഇവൻറ്റ്സാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ്, ടെന്നീസ് കോർട്ട് ഓത്ത്. സെക്കൻഡ്, ഡിമോളിഷൻ ഓഫ് ബാസ്റ്റീൽ. ഓക്കെ, ദെൻ തേർഡ് വൺ ദ മാർച്ച് ഓഫ് വിമൻ ടു വേഴ്സൈൽ പാലസ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് ദ മാർച്ച് ഓഫ് വിമൻ ടു വേഴ്സൈൽ പാലസ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് വാസ് ദ റോൾ ഓഫ് വിമൻ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ? ഓർ ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രൂപത്തിലും ചോദിക്കാം, വൈ, വാട്ട് വാസ് ദ റീസൺ ഫോർ ദ മാർച്ച് ഓഫ് വിമൻ ടു വേഴ്സൈ പാലസ്? വേഴ്സൈ പാലസിലേക്ക് വിമൻ മാർച്ച് നടത്തിയത് എന്തിനായിരുന്നു? അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനിൽ വിമൻ റോൾ എന്താണ്, അവരുടെ പാർട്ടിസിപ്പേഷൻ എന്താണ്? why they conducted a march to Versailles Palace? First point, food shortage and the policies of Louis XVI forced women to join the revolution. Food shortage was the main reason. There was shortage of food, agricultural decline, and the policy of the reduce import tax. Okay, so these policies was the reason for this food shortage. And Louis XVI, the emperor or the king, he did not attend the advice of his parliament. Okay, so all these reasons, this women also joined the revolution. സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് ഒരു റെവല്യൂഷൻ പോലുള്ള കാര്യങ്ങളിൽ വിമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല അല്ലേ. സ്ത്രീകൾ പൊതുവേ സമാധാനപ്രിയരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 2 റീസൺ ഉള്ളതുകൊണ്ട് ഫ്രാൻസിലെ വിമൻ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റെവല്യൂഷൻ. ദേ ഓൾസോ ജോയിൻ ദ റെവല്യൂഷൻ. ഇനി എന്താണ് അവർ ചെയ്തത്? തൗസൻഡ്സ് ഓഫ് വിമൻ മാർച്ച് ടു വേഴ്സൈൽ പാലസ് ക്യാരിങ് ബൂംസ്, സോഡ്സ്, സ്പിയേഴ്സ് ആൻഡ് ഗൺസ്. കൈ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് അവർ വേഴ്സൈൽ പാലസിലേക്ക് ഒരു മാർച്ച് നടത്തി. ബ്രൂംസ്, സ്വോർഡ്സ്, സ്പിയേഴ്സ് ആൻഡ് ഗൺസ്. എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ? മലയാളത്തിൽ എന്തൊക്കെ പറയാം? ചൂല്, അതുപോലെ വാള്, കുന്തം, ഗൺ, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് അവർ പോയത്. ദേ ഫോഴ്സ്ഫുള്ളി ബ്രോട്ട് ദ കിങ് ആൻഡ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് ടു പാരീസ്. അവരെ വളരെ ഫോഴ്സ് ചെലുത്തി തന്നെ കിങ്ങിനെയും അദ്ദേഹത്തിൻ്റെ ക്യൂനിനെയും ഫാമിലി മെമ്പേഴ്സിനെയും പാരീസിലേക്ക് ഇവരുടെ കൂടെ തിരിച്ച് ഒരു മാർച്ച് നടത്തി അവരെ ഇങ്ങനെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുക. ടെക്സ്റ്റിൽ പേജ് നമ്പർ 38 ആ ഒരു മാർച്ചിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ കൂടെ നിങ്ങൾക്ക് ലൂയി 16 ആൻഡ് ഹിസ് ഫാമിലി നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, then what happened? Louis XVI immediately accept the decisions of the National Assembly without any reservation. അപ്പോൾ സ്ത്രീകൾ പേടിപ്പിച്ചപ്പം ശരിക്കും രാജാവ് പേടിച്ചു അല്ലേ. അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി അക്സെപ്റ്റ് ദ ഡിസിഷൻസ് ഓഫ് ദി നാഷണൽ അസംബ്ലി, ദാറ്റ് ഇസ് ദ പാർലമെൻറ്റ് ഓഫ് ഫ്രാൻസ്, വിതൗട്ട് എനി റിസർവേഷൻ. അവരെന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു, അതെല്ലാം അദ്ദേഹം സ്വീകരിച്ചു. ഇനി ആരാണ് ഈ നമ്മുടെ വിമൻ മാർച്ചിന് ലീഡർഷിപ്പ് കൊടുത്തത്? ഒളംപ് ഡിഗൂഷ് ആൻഡ് മാഡം ജീൻ റോളണ്ട്, 2 വിമൻ ലീഡേഴ്സ്. ഈ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനും ചോദിക്കാം. ഹൂ വെയർ ദ ലീഡേഴ്സ് ഓഫ് വിമൻ ഇൻ ദ റെവല്യൂഷൻ പീരീഡ്? ഒളംപ് ഡി ഗൂച്ച്. ഈ പേര് മിക്കവാറും എല്ലാവരും തന്നെ അത് ശരിയായ രീതിയിലല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇത് പറയേണ്ടത് ഒളംപ് ഡി ഗൂഷ് ആൻഡ് മാഡം ജീൻ റോളണ്ട് വെയർ ദ ലീഡേഴ്സ് എമംഗ് ദീസ് വിമൻ. ഓക്കെ, അപ്പോൾ വിമൻ ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചു. അത് തന്നെ അതിനകത്ത് മറ്റാളുകളും ജോയിൻ ചെയ്യുകയും അതൊരു വലിയ സംഭവമായി മാറുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ടെന്നീസ് കോർട്ട് ഓത്തും
ഡിമോളിഷൻ ഓഫ് ബാസ്റ്റീൽ പ്രിസണും എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമായിരുന്നു ദ വിമൻ മാർച്ച്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒളം ഡി ഗൂച്ചിനെ പറ്റി ഒരു നോട്ട് പഠിച്ചേക്കാം. ഇതാണ് ഒളം ഡി ഗൂച്ച്. ഓക്കെ, ദെൻ വൺ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ഒളം ഡി ഗൂച്ച് ദ വുമൻ ലീഡർ. ഈ വിമൻ ലീഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്കൊരു നോട്ട് പഠിച്ചു വെച്ചേക്കാം. എനിവേ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാമല്ലോ. ഒളം ഡി ഗൂച്ച് വാസ് എ ഫേമസ് പ്ലേ റൈറ്റ് ആൻഡ് ആക്ടിവിസ്റ്റ് ഇൻ ഫ്രാൻസ്. ഇവരൊരു പ്ലേ റൈറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു. ആരാണ് പ്ലേ റൈറ്റ്? നാടകമൊക്കെ എഴുതുന്നവരെയാണ് പ്ലേ റൈറ്റ് എന്ന് പറയുക, റൈറ്ററാണ്. അതുപോലെ തന്നെ ഇവരൊരു ആക്ടിവിസ്റ്റാണ്. ആരാണ് ആക്ടിവിസ്റ്റ്? സൊസൈറ്റിക്ക് വേണ്ടി ധീരമായിട്ട് പൊരുതുന്നവരെയാണ് പറയുക ആക്ടിവിസ്റ്റ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ആളുകൾ ഇങ്ങനെ ആക്ടിവിസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു ഒളം ഡി ഗൂച്ച്. ഷീ അഡ്വക്കേറ്റഡ് ഫോർ വിമൻസ് റൈറ്റ് ഡ്യൂറിങ് ദ റെവല്യൂഷൻ. ഇവർ കൂടുതലും സംസാരിച്ചത് ഫ്രാൻസിലെ സ്ത്രീകളെ പറ്റിയാണ്, ലേഡീസിനെ പറ്റിയാണ്. ഷീ അഡ്വക്കേറ്റഡ് ഫോർ വിമൻസ് റൈറ്റ് ഡ്യൂറിങ് ദ റെവല്യൂഷൻ. വിമൻസിന് റൈറ്റ് വേണം, അതായിരുന്നു അവരുടെ ആവശ്യം. ഇനി ഇവരുടെ ഒരു ഫേമസ് ബുക്കുണ്ട്, അതിൻ്റെ പേര് വൺ വേർഡ് ആണെങ്കിലും ചോദിക്കാം. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺസ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ടീച്ചർ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് പറയാം. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞ് ഫ്രഞ്ച് അസംബ്ലി, നാഷണൽ അസംബ്ലി ഒരു ഡിക്ലറേഷൻ എഴുതിയുണ്ടാക്കി. അതേ രൂപത്തിൽ ഈ ഒളം ഡി ഗൂച്ച് ഒരു ബുക്ക് എഴുതി. പക്ഷേ ആ ഡിക്ലറേഷൻ വിമന് വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് അവർ ആ ബുക്കിന് എന്ത് പേര് കൊടുത്തു? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺ. അപ്പം നമ്മുടെ നാഷണൽ അസംബ്ലി ഉണ്ടാക്കിയ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് മെൻ വിമൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ഫ്രാൻസിന് വേണ്ടി മൊത്തത്തിലായിരുന്നു ആ ഡിക്ലറേഷൻ. പക്ഷേ നമ്മുടെ ഒളം ഡി ഗൂച്ച് എഴുതിയ പുസ്തകത്തിന് അവർ പേര് കൊടുത്തത് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് വിമൻ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺസ്. ഇറ്റ് വാസ് എ ഫേമസ് ബുക്ക്. In her book, she demanded that women should have the same rights as men. വിമനിന് സെയിം റൈറ്റ്, കണ്ടോ, സെയിം റൈറ്റ് ആസ് മെൻ. മെന്നിനെ പോലെ തന്നെയുള്ള റൈറ്റ് വിമനും വേണം. അതായിരുന്നു ഹെർ ഡിമാൻഡ്. ഈക്വൽ ആയിരിക്കണം, ഈക്വൽ റൈറ്റ് ഫോർ മെൻ ആൻഡ് വിമൻ. ദാറ്റ് വാസ് ദ ഡിമാൻഡ് ഓഫ് ഒളം ഡി ഗൂച്ച്. ഷീ സ്റ്റുഡ് ഫോർ എ സോഷ്യൽ സ്ട്രക്ചർ ഇൻ വിച്ച് വിമൻ ഈക്വൽ പവർ ആൻഡ് റൈറ്റ് ഫോർ ലൈക്ക് മെൻ. അപ്പോൾ ആ കാലത്തില്ലാതിരുന്ന ഒരു കാര്യമാണ് വിമൻ അതുപോലെ മെൻ. അവർ തമ്മിൽ യാതൊരു ഇതുമില്ലായിരുന്നു, ഒരേപോലല്ലായിരുന്നു പവർ, ഒരേപോലല്ലായിരുന്നു റൈറ്റ്സ്. വിമന് നോ റൈറ്റ് നോ പവർ. ഓക്കെ, മെന്നിനായിരുന്നു പവറും റൈറ്റും. അപ്പോൾ ഇവർ ആവശ്യപ്പെട്ടതാണ് ഷീ സ്റ്റുഡ് ഫോർ ദ സോഷ്യൽ സ്ട്രക്ചർ ഇൻ വിച്ച് വിമൻ ആൻഡ് മെൻ ഈക്വൽ പവർ ആൻഡ് ഈക്വൽ റൈറ്റ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ഒളം ഡി ഗൂച്ചിനെ പറ്റി ഒരു നോട്ട് ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിൻറ്റ്സ് ഒക്കെ എഴുതുക, അവരുടെ പുസ്തകത്തിൻ്റെ പേരെഴുതുക, അവരെന്താണ് ഡിമാൻഡ് ചെയ്തതെന്ന് എഴുതുക, അവരാരായിരുന്നെന്ന് എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞത് തന്നെ, ഫ്രാൻസ് അല്ലെങ്കിൽ അവരുടെ നാഷണൽ അസംബ്ലി ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് എന്നുള്ള പേരിൽ 1789 ഒരു ഡിക്ലറേഷൻ എഴുതിയുണ്ടാക്കി. ആ ഡിക്ലറേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. അത് ഡിക്ലറേഷൻ കിടക്കുന്നത് പേജ് നമ്പർ 40 കിടപ്പുണ്ട്. ഇനി അതിനിടയ്ക്ക് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ ഇങ്ങനെയുള്ള ചില, അതായത് ക്ലോതിങ് ആസ് എ സിമ്പിൾ ഓഫ് പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ അധിക വായനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നിങ്ങൾ ആ സിമ്പിളൊന്ന് ശ്രദ്ധിച്ചേ, കണ്ടോ, അവിടെ ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? ആ സിമ്പിൾ എന്തിനെയാണ് കാണിക്കുന്നത്? നിങ്ങൾ കൂടുതൽ വായിക്കണം. നിങ്ങൾ വേറെ ലൈബ്രറിയിലൊക്കെ പോയി നിങ്ങൾ ഇതിനുള്ള ബുക്കുകളൊക്കെ കണ്ടുപിടിച്ച് വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അധികം വായിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ തന്നിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിക്കത്തില്ല, എക്സാമിന് വരത്തില്ല. ഇത് നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതുകൊണ്ട് അവർ തന്നിരിക്കുന്ന അതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ ടീച്ചർ ഒന്ന് പറഞ്ഞേക്കാം. അവിടെ ആളുകളുടെ ക്ലോത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിനകത്ത് നിങ്ങൾക്ക് 2 പേരെ കാണാം. അവർ അന്നത്തെ കോമൺസിൽപ്പെട്ട ഒരു കപ്പിളാണ്, അല്ലേ, ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്. അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ ഡ്രസ്സിൻ്റെ പേര് എന്താണെന്നോ? സാൻസ് ക്യുലോട്ട്സ് എന്നാണ് വായിക്കേണ്ടത്. സാൻസ് ക്യുലോട്ട്സ്. അത് ആങ്കിൾസ് വരെ ഇറങ്ങുന്ന ഒരു പാൻറ്റും പിന്നെ ഒരു
ഷർട്ട് പോലത്തെ ഒരു വേഷവും. ഇതിൻ്റെ പേര് വായിക്കേണ്ടത് സാൻസ് ക്യുലോട്ട്സ്. ഇതെന്തിൻ്റെ സൂചനയായിരുന്നെന്നോ? അന്ന് കോമൺസിന് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കാനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. സോ ഈ നോബിൾസ് അവർ ഒരു പ്രത്യേകതരം പാൻറ് ധരിക്കുമായിരുന്നു. അതിനവർ പാൻലൂൺസ് എന്നാണ് പറയുന്നത്, പാൻലൂൺസ്. ആ പാൻലൂൺസിനെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ ഒരു ഡ്രസ്സുമായിട്ടുള്ള സംബന്ധിച്ചുള്ള ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടോ ആളുകൾ സ്വീകരിച്ച ഒരു വേഷമാണ് നിങ്ങളവിടെ കാണുന്നത്. ഇത് നമ്മൾ വായിക്കേണ്ടത് സാൻ ക്യുലോട്ട്സ്. അതുപോലെ നിങ്ങൾ ഒരു ക്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കിയേ. ഫിജിയൻ ക്യാപ്പ് എന്നാണ് പറയുക. ഒരു റെഡ് കളറിലുള്ള ഫിജിയൻ ക്യാപ്പ്. ഈ ക്യാപ്പും അവരെന്തിൻ്റെ സൂചനയായിട്ടാണ് ഇവരെല്ലാവരും തലേ വെച്ചിരുന്നത്. കോമൺ പീപ്പിൾ അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റ് അവർ ഈ ക്യാപ്പ് വെക്കുമായിരുന്നു, ഒരു റെഡ് കളറിലുള്ള ഇത്തരം ക്യാപ്പ്. അതും എന്തിൻ്റെ സൂചനയായിരുന്നു? അവരോട് കാണിക്കുന്ന ഇന്നീക്വാളിറ്റിയുടെ പ്രൊട്ടസ്റ്റായിട്ട് അതിനോട് എതിർത്തുകൊണ്ട് അവർ വെച്ച ഒരു ക്യാപ്പായിരുന്നു റെഡ് കളറിലുള്ള ഫ്രിജിയൻ. അത് വായിക്കേണ്ട ഫ്രിജിയൻ. മറ്റേത് സാൻ ക്യുലോട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിക്ലറേഷനെ പറ്റി പഠിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. 1789 ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി അവർക്ക് ഇന്ന റൈറ്റ്സ് വേണം, ഇതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ടാക്കി. ഈ ഡിക്ലറേഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ ഇത് എന്തുമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്? ആ ഫ്രാൻസിലെ ഫ്രഞ്ച് റെവല്യൂഷന് കാരണമായ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇൻഇക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി, അതുപോലെ തന്നെ ഡെസ്പോട്ടിസം ഓഫ് ദ കിങ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് അതൊക്കെ ഇതിനകത്ത് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം നമുക്ക് കാണാം. ഇപ്പം നോക്കിക്കേ, ഫസ്റ്റ് ഡിക്ലറേഷൻ ഇതാണ്: മെൻ ആർ ബോൺ റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ്. മെൻ ബോൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. അവർ ഈക്വൽ റൈറ്റ്സ് ഉള്ളവരായിരിക്കണം. എല്ലാവരും ഫ്രീ ആയിട്ട് ജനിക്കുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് വേണം. അതാണ് ഇവരുടെ ഒന്നാമത്തെ ഡിക്ലറേഷൻ. സെക്കൻഡ് വൺ, the aim of all political association is the preservation of the natural and inseparable rights of man. എല്ലാ പൊളിറ്റിക്കൽ അസോസിയേഷൻസും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും എന്തിനു വേണ്ടി നിലകൊള്ളണം? നാച്ചുറൽ ആൻഡ് ഇൻസെപ്പറബിൾ റൈറ്റ്സ് ഓഫ് മാൻ, മനുഷ്യൻ്റെ സ്വാഭാവിക റൈറ്റ്സിന് വേണ്ടി നിലകൊള്ളണം. അതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ അസോസിയേഷനെയും ഫ്രാൻസിനെയും അംഗീകരിക്കത്തില്ലെന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. ദ എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻ എന്താണ്? നാച്ചുറൽ ആൻഡ് ഇൻസെപ്പറബിൾ റൈറ്റ്സ് ഓഫ് മാൻ. തേർഡ് വൺ, ദ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ സോവർണിറ്റി റിസൈഡ്സ് എസെൻഷ്യലി ഇൻ ദ നേഷൻ. ഇത് ഇവർ പറയാൻ കാരണം എന്താ? ഡെസ്പോട്ടിസം ഓഫ് ദ റൂളേഴ്സ് ഡെസ്പോട്ടിസം കാണിച്ചതുകൊണ്ടാണ് ഇവരെന്ത് പറഞ്ഞത്? ഇനി തൊട്ട് സോവറിൻ പവർ എന്ന് പറയുന്നത് റൂളർ അല്ല, കിങ് അല്ല, എംപറർ അല്ല, പിന്നെ ആരാണ്? നേഷൻ. ഇനി മുതൽ രാജ്യമായിരിക്കും സോവറിൻ. എന്താണ് ഈ സോവറിൻ എന്ന് പറഞ്ഞാൽ? പരമാധികാരം. എല്ലാ അധികാരവും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അന്ന് കാലത്തെ കിങ്ങിനായിരുന്നു. അത് ഇവർ വെട്ടിക്കളഞ്ഞു, ഇവരത് തൂത്തുകളഞ്ഞു. എന്നിട്ട് ഇവരെന്ത് പറഞ്ഞു? സോവർണിറ്റി ആർക്ക് കൊടുത്തു? നേഷൻ, രാജ്യമായിരിക്കും ഇനിയും പരമാധികാരം. Then the law can only prohibit such actions as are hurtful to the society. ലോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതാകാൻ പാടില്ലെന്നാണ് ഇവർ പറയുക. പിന്നെ എന്തായിരിക്കണം? സൊസൈറ്റിക്ക് ഹർട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടി ലോ ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ട്രാഫിക് ലോസ് ഉണ്ട്, ട്രാഫിക് ലോസ്. അപ്പം വാഹനങ്ങൾ ഏത് സൈഡ് പോകണം, അല്ലെങ്കിൽ പെഡസ്ട്രിയൻസ് ഏത് സൈഡിൽ പോകണം, എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? സൊസൈറ്റിയിലെ ഒരു ഹർട്ട്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ലോ പാലിച്ചാൽ എല്ലാവർക്കും സ്മൂത്തായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പം അതാ പറയുന്നത്, ദ ലോ ക്യാൻ ഓൺലി പ്രൊഹിബിറ്റ് സച്ച് ആക്ഷൻസ് ആസ് ആർ ഹർട്ട്ഫുൾ ടു ദ സൊസൈറ്റി. ഇപ്പോൾ ഒരു ലോ കൊണ്ടുവരികയാണ്, ആരും എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് മനുഷ്യനൊക്കെ സാധാരണ കഴിക്കും, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാവരും കഴിക്കുന്നൊരു ഫുഡാണ് നമ്മുടെ ചോറല്ലേ, റൈസ്. അപ്പം ഒരു നിയമം വരുക, ഇനി ആരും റൈസ് കഴിക്കരുത്. ആ നിയമത്തെ അവർ അംഗീകരിക്കത്തില്ലെന്നാണ് ഫ്രാൻസുകാർ പറയുന്നത്. കാരണം ആ ഒരു ചോറ് കഴിക്കുക എന്നുള്ളത്, അല്ലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് സൊസൈറ്റിക്ക് ഒരു ഹർട്ട്ഫുള്ളും ഉണ്ടാക്കുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ലോ? അപ്പോൾ ഒരു ലോ വരുമ്പോൾ അത് സൊസൈറ്റിക്ക് ഹർട്ട്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രൊഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം. കണ്ടോ എത്ര വലിയ ആശയത്തോടു കൂടിയാണ് അവിടെ ഈ ഡിക്ലറേഷൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി.
4 പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ പഠിക്കുക. മെൻ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ്. ഓക്കെ. ദെൻ ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ഇൻസെപ്പറബിൾ റൈറ്റ്സ് ഓഫ് മാൻ. പ്രിൻസിപ്പിൾ ഓഫ് സോവർണിറ്റി essentially resides in the nation, not in the king. The law can only prohibit such actions which are harmful or hurtful to the society. Okay, this is the declaration. ഇത് പഠിച്ചോണേ, ഇതൊരു പ്രധാനപ്പെട്ടതാണ്, പഠിച്ചോണം. ദെൻ ഈ ഡിക്ലറേഷൻ്റെ ബേസിൽ നാഷണൽ അസംബ്ലി കുറച്ച് റീഫോംസ് അവിടെ കൊണ്ടുവന്നു. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി കുറച്ച് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, എന്തൊക്കെയായിരിക്കും നാഷണൽ അസംബ്ലി കുറച്ച് കാര്യങ്ങൾ പുതിയൊരു റീഫോം കൊണ്ടുവരുമ്പോൾ, പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ പഴയ എന്തെല്ലാം നെഗറ്റീവ് ഉണ്ടോ അതിനെയെല്ലാം അവർ കളഞ്ഞു. നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ, അവരുടെ അഡ്മിനിസ്ട്രേഷനിൽ എന്തെല്ലാം നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നോ ആ നെഗറ്റീവ് ആസ്പെക്റ്റിനെ എല്ലാം കട്ട് ചെയ്തുകൊണ്ടാണ് റീഫോംസ് കൊണ്ടുവന്നത്. ഒന്നാമത്തെ റീഫോമിലേക്ക് വന്നേ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീഫോം ഓഫ് ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി വാസ് ദേ ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവരാദ്യമായിട്ടൊരു യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. നമുക്കറിയാം, ഒരു രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഡെസ്പോട്ടിസം സംഭവിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് അവരെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ വെച്ച് അവരെഴുതിയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ? ടെന്നീസ് കോർട്ടിൽ വെച്ച്, അല്ലേ? ടെന്നീസ് കോർട്ട് ഓത്തെടുത്തിട്ട് ഞങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ലീവ് ചെയ്യത്തുള്ളെന്ന് അവർ ഉണ്ടാക്കി ഓത്തൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് എഴുതി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അവരെന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്തു. സെക്കൻഡ് റീഫോം, ദേ ഇഷ്യൂഡ് എ ന്യൂ പേപ്പർ കറൻസി. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ഏത് പേജാണെന്ന് നമുക്കൊന്ന് പറഞ്ഞേക്കാം. പേജ് നമ്പർ 40 ആണ്. പേജ് നമ്പർ 40. അവർ ന്യൂ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു പേപ്പർ കറൻസി. അതിൻ്റെ പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. അതിൻ്റെ പേര് അസ്നാദ്. ഇത് പറയേണ്ടത് അസ്നാദ്. A new paper currency was issued. Then, confiscated the property controlled by religious leaders. Religious leaders or priest. ഏതൊക്കെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നോ, അത് ലാൻഡ് ആകാം, ബിൽഡിങ്സ് ആകാം, എന്തെല്ലാം പ്രോപ്പർട്ടീസ് അവർക്കുണ്ടായിരുന്നോ അതെല്ലാം കോൺഫിസ്കേറ്റഡ്. എന്താണ് കോൺഫിസ്കേറ്റഡ്? കണ്ടുകെട്ടി, രാജ്യത്തിൻ്റെ മുതലാക്കി മാറ്റി. കണ്ടുകെട്ടുക എന്നാണ് നമ്മൾ പറയുന്നത്. അതെല്ലാം പിടിച്ചെടുത്തു, രാജ്യത്തിൻ്റെ സമ്പത്താക്കി മാറ്റി. കണ്ടോ? അവരെല്ലാം ഒത്തിരി അധിക സ്വത്ത് കൈവശം വെച്ചിരുന്നു. അതിനെ ഇവരെന്ത് ചെയ്തു? എടുത്ത് നേഷൻ്റെ ആക്കി മാറ്റി. ദെൻ ഫോർത്ത് വൺ, ദേ ഡിക്ലെയർഡ് കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ്. ഇനിയും രാജ്യത്തെ മതപരമായ സൗഹാർദ്ദം ഉണ്ടാകണമെന്ന് പറഞ്ഞു. റിലീജിയസ് ടോളറൻസ്, റിലീജിയൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. അതിനവരെന്ത് ചെയ്തു? ദേ ഡിക്ലെയർ കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ്. ഓക്കെ. ദെൻ the last one, clergy become a salaried government employee. എല്ലാ പ്രീസ്റ്റുകളെയും സാലറി മേടിക്കുന്ന ഗവൺമെൻറ് എംപ്ലോയി ആക്കി മാറ്റി. ഇനി അവർക്ക് ടാക്സ് പിരിക്കാനോ അതായത് എന്തെങ്കിലും ഒരു ഫ്യൂഡൽ ലോഡ് പോലെ ജീവിക്കാനോ ഒന്നും പറ്റുകയില്ല. അവരെ സാലറി മേടിച്ചോണം, അവരുടെ ജോലി ചെയ്തോണം, മര്യാദയ്ക്ക് ജീവിച്ചോണം. അതാണ് നമ്മുടെ നാഷണൽ അസംബ്ലിയുടെ നെക്സ്റ്റ് റീഫോം, ലാസ്റ്റ് റീഫോം. ക്ലർജി ബിക്കം സാലറീഡ് ഗവൺമെൻറ് എംപ്ലോയി. ഓക്കെ. അവർക്ക് സാലറി മേടിക്കുന്ന പ്രീസ്റ്റുകൾക്കൊക്കെ അവർക്കൊരു സാലറി കൊടുക്കും. ആ സാലറി മേടിച്ചുകൊണ്ട് അവർ അവരുടെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചോണം. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻഫ്ലുവൻസ് ദീസ് റീഫോംസ്. അപ്പം മെൻ ജനിക്കുന്നത് ഈക്വലായിട്ടാണ്, അവർക്ക് ഈക്വൽ റൈറ്റ് വേണമെന്നല്ലേ അവർ ഡിക്ലറേഷൻ എഴുതി വെച്ചേ. ആ ഈക്വൽ റൈറ്റ് വരുത്താൻ വേണ്ടിയല്ല ഈ റീഫോം ഉണ്ടാക്കിയത്. അവരെന്താ ചെയ്തത്? റിലീജിയസ് ലീഡേഴ്സിൻ്റെ സ്വത്തുക്കളെല്ലാം കോൺഫിസ്കേറ്റഡ് ചെയ്തു. ക്ലർജി പീപ്പിളിനെ ഗവൺമെൻറ് സാലറി മേടിക്കുന്ന എംപ്ലോയീസ് ആക്കി മാറ്റി. പുതിയൊരു പേപ്പർ കറൻസി അവർ ഇഷ്യൂ ചെയ്തു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതെല്ലാം എന്തിൻ്റെ ബേസിലാണ്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിസ്കസ് ഹൗ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻഫ്ലുവൻസ് ദ റീഫോംസ് ഓഫ് നാഷണൽ അസംബ്ലി. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാലും, വിച്ച് ആർ ദ റീഫോംസ് ഓഫ് നാഷണൽ അസംബ്ലി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ഒന്ന് തന്നെയാണ്. ഈ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അവരെന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ഇഷ്യൂ ചെയ്തത്, എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്തത്, ക്ലർജി പീപ്പിളിനെ അവർ ആരാക്കി മാറ്റി, ഇതെല്ലാം അങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഇനി നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഏറ്റവും രക്തം ചൊരിഞ്ഞ, അത് ഏറ്റവും വഷളായ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു പീക്ക് എന്ന് നമ്മൾ പറയത്തില്ല, ഒരു പീക്ക് പോയിന്റിലേക്ക് വരിക. അതിൻ്റെ പേരാണ് റീൻ ഓഫ് ടെറർ.
ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പലരും ഈ REIGN അത് തെറ്റായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. റീൻ ഓഫ് ടെറർ, അതായത് ഭീകരതയുടെ ഒരു അവസ്ഥ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. റെയിൻ ഓഫ് ടെറർ, എക്സ്പ്ലെയിൻ. In 1792, a new governing body called the National Convention came in France. നാഷണൽ അസംബ്ലി എന്നുള്ള പേര് വീണ്ടും മാറുക. നമ്മൾ കണ്ടായിരുന്നു തേർഡ് എസ്റ്റേറ്റ് അവരുടെ പേര് മാറ്റിയിട്ടതാണ് നാഷണൽ അസംബ്ലി. വീണ്ടും 1792 ആയപ്പോൾ അവർ വീണ്ടും പേര് ചേഞ്ച് ആക്കി. അവരവരുടെ നെയിം അങ്ങ് മാറ്റി. എന്താണ് ന്യൂ നെയിം? നാഷണൽ കൺവെൻഷൻ. നാഷണൽ കൺവെൻഷൻ അവർ പേര് മാറ്റി. So in 1792, a new governing body called the National Convention came in France. അപ്പോൾ നാഷണൽ കൺവെൻഷൻ എന്നുള്ള പേരിൽ ഒരു ഗവേണിംഗ് ബോഡി കൊണ്ടുവന്നു. Then this national convention declared France a republic and executed Louis XVI. ഉണ്ടോ, അവരുടെ ആ ഒരു രക്തച്ചൊരിച്ചിൽ അവർ ആരംഭിക്കുക. ആദ്യം അവർ എക്സിക്യൂട്ട് ചെയ്തത് അവരുടെ രാജാവിനെ തന്നെയാണ്. രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് രാജാവിൻ്റെ ഫാമിലിയെയും അവർ കൊന്നുകളഞ്ഞു ഇവിടെ. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എക്സിക്യൂട്ടഡ് ലൂയി 16 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ആ പോയിന്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ദേ എക്സിക്യൂട്ടഡ് ലൂയി 16 ആൻഡ് ഹിസ് ഫാമിലി, ഓൾ ഹിസ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് രാജാവിനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ മൊത്തം കൊന്നു. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിൽഡ്, കൊന്നു. ദെൻ പിന്നീട് അവരെന്ത് ചെയ്തു? വെൻ ദ മേജർ പവേഴ്സ് അറ്റാക്ക് ഫ്രാൻസ്, ദ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് ഫോംഡ്. മേജർ പവേഴ്സ്, അന്നത്തെ നമ്മുടെ യൂറോപ്പിലെ മേജർ പവേഴ്സ്, ബ്രിട്ടൻ, ദെൻ ഓസ്ട്രിയ, റഷ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ഓസ്ട്രിയ, റഷ്യ, ബ്രിട്ടൻ, ഓൾ ദീസ് 3 പവേഴ്സ്, മേജർ പവേഴ്സ്, ദേ അറ്റാക്ക് ഫ്രാൻസ്. എന്തിനായിരിക്കും ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്തത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവരെപ്പോലെ തന്നെ രാജഭരണം ഉണ്ടായിരുന്ന ഫ്രാൻസിൽ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്ത ബ്രിട്ടനിലും റഷ്യയിലും ഫ്രാൻസിലും, അന്ന് ഇവരെല്ലാം രാജാവ് ഭരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാർക്ക് വലിയ അങ്കലാപ്പായി. കാരണം തങ്ങളുടെ രാജ്യത്തും ഇതുപോലൊരു റെവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആ റെവല്യൂഷണറീസ് ഞങ്ങളെയും കൊല്ലും. അതുകൊണ്ട് ഈ റെവല്യൂഷണറീസിനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. ഇവരെ എല്ലാവരെയും പിടികൂടണം, അവരെ എല്ലാവരെയും കൊല്ലണം എന്ന് വിചാരിച്ച് ഈ 3 രാജാക്കന്മാരെ, ബ്രിട്ടനിലെ രാജാവ്, അതുപോലെ റഷ്യയിലെ രാജാവ്, ദെൻ ഓസ്ട്രിയയിലെ രാജാവ്, ഈ ഫ്രാൻസിൻ്റെ ഒരു നെയ്ബറിങ് കൺട്രിയാണ് ഓസ്ട്രിയ. ഓസ്ട്രിയയിലെ രാജാവും ബ്രിട്ടനിലെ രാജാവും റഷ്യയിലെ രാജാവും ചക്രവർത്തിയും എല്ലാവരോടും ഒരുമിച്ച് നമ്മുടെ ഈ ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്തു. നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണല്ലോ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളുടെ ഒരു ബോഡിയാണല്ലോ, അല്ലേ? ജനങ്ങളുടെ ഒരു സംഘമാണ്. അവരെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരെ ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്നുള്ള പേരിൽ മറ്റൊരു ഗ്രൂപ്പിനെ ഫോം ചെയ്തു. എ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. അവർ പേര് കൊടുത്തത് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. ഈ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റിയിലെ എല്ലാ മെമ്പേഴ്സും റെവല്യൂഷണറീസ് ആയിരുന്നു. അവരെന്തിനും മടിക്കാത്തവരായിരുന്നു. അവരുടെ നേതാവിൻ്റെ പേര് നിങ്ങൾ പേജ് നമ്പർ 41 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവരുടെ നേതാവിനെ. അദ്ദേഹത്തിൻ്റെ പേരാണ് റോബസ്പിയർ. റോബസ്പിയറിൻ്റെ നേതൃത്വത്തിൽ ഒരു തീവ്ര സ്വഭാവമുള്ള ഭയങ്കര റെവല്യൂഷണറീസ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രീം വയലൻസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. അങ്ങനെ ഒരു കമ്മിറ്റി എടുത്തു. ആരെ പ്രതിരോധിക്കാനാണ്? ഈ പറയുന്ന മേജർ പവേഴ്സ്, ബ്രിട്ടൻ, ഓസ്ട്രിയ, റഷ്യ. സോ വെൻ ദ മേജർ പവേഴ്സ് അറ്റാക്ക് ഫ്രാൻസ്, ആ മേജർ പവേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ കൊടുത്തിട്ട് ബ്രിട്ടൻ, ഓസ്ട്രിയ ആൻഡ് റഷ്യ എന്ന് എഴുതി വെക്കാം കേട്ടോ. അറ്റാക്ക് ഫ്രാൻസ്, ദ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് ഫോംഡ് ടു ഡീൽ ദ സിറ്റുവേഷൻ. ലെഡ് ബൈ ദിസ് കമ്മിറ്റി എ റെയിൻ ഓഫ് ടെറർ ബിഗാൻ ഇൻ ഫ്രാൻസ്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരു വലിയ ടെററിൻ്റെ ഒരു സമയമായിട്ട് ഈ പറയുന്ന റെവല്യൂഷൻ മാറിയത്. റെയിൻ ഓഫ് ടെറർ ലെഡ് ബൈ ദിസ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നേതാവിൻ്റെ പേര് ടീച്ചർ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കുക, റോബസ്പിയർ. ഇനി റോബസ്പിയറിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചില എക്സ്ട്രീം വയലൻസ് ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരുടെ ഉണ്ടായിരുന്നു. അവരുടെ പേരൂടെ നമുക്കൊന്ന് നോക്കാം. ഡാൻഡൻ, ഹെർബർട്ട്, നെക്സ്റ്റ് വൺ ഹെർബർട്ട്, ആൻഡ് തേർഡ് വൺ മാറ. MARAT. ഇതെങ്ങനെ വായിക്കേണ്ടത്? മാറ.
മാറ എന്നാണ് വായിക്കുന്നത്, മാറ. ഡാൻഡൻ, ഹെർബർട്ട്, മാറ ആൻഡ് റോബസ്പിയർ were the leaders of this committee of public safety. All these leaders, they liked violence. So, led by this committee, a reign of terror began in France. ഓക്കെ, അപ്പോൾ റെയിൻ ഓഫ് ടെറർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 1792 അവിടെ ഒരു നാഷണൽ അസംബ്ലിയുടെ പേര് മാറുകയും നാഷണൽ കൺവെൻഷൻ എന്ന് പേരിടുകയും അവർ രാജാവിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ എക്സിക്യൂഷനോടുകൂടി അടുത്തുള്ള രാജ്യങ്ങൾ ഇവരെ ആക്രമിച്ചു. അപ്പോൾ അവരെ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്നുള്ള പേരിൽ മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കി. അതിനകത്തെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ എക്സ്ട്രീം വയലൻസ് ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ആ കമ്മിറ്റിയാണ് ഫ്രാൻസിലൊരു റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഫ്രാൻസിനെ